അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് റൂമേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ ഫാൻസ് തള്ളിവിടുന്നതാണ്, എന്നാൽ കുറച്ചൊക്കെ ഉള്ളതുമാണ്. പക്ഷേ ചില റൂമേഴ്സൊക്കെ കേൾക്കുമ്പോൾ ഇവന്മാർ ഈ പടമൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുമോ എന്നുള്ളൊരു ഡൗട്ട് തന്നെ നമുക്കുണ്ടാവും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പടം എടുക്കാൻ പോകുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂസോ ബ്രദേഴ്സാണ്. ഏത് ഇൻഫിനിറ്റി വാറിൽ വൺ ഓഫ് ദ പവർഫുൾ ഗോഡായിട്ടുള്ള തോറിനെ തന്നെ അടിച്ച് കൊല്ലാറാക്കിയിട്ട് ദ ഗോഡ് ഓഫ് മിസ്ചീഫ് ആയിട്ടുള്ള ലോക്കിനെ കൊന്നു കളഞ്ഞിട്ട് പവർഫുൾ അവഞ്ചർ ആയിട്ടുള്ള നമ്മുടെ ഹൾക്കിനെ തന്നെ അടിച്ച് മലർത്തി അടിച്ചിട്ട് ഇതൊക്കെ വെറും ഇൻട്രോയിൽ മാത്രം മൊത്തം ആസ്ഗാർഡിനെ തന്നെ പകുതിയാക്കി കളഞ്ഞു. ജസ്റ്റ് ഒരു വില്ലൻ്റെ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് പടത്തിൻ്റെ ആദ്യത്തെ 15 മിനിറ്റിൽ. അതായത് അതുവരെ നമ്മൾ താനോസിനെ അവിടെയും ഇവിടെയും ചില പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഗ്ലിംസ് പോലെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ഒരു പെർഫെക്റ്റ് എൻട്രി വരുന്നത് ആ ഒരൊറ്റ പടത്തിലാണ്. ആ ഒറ്റ പടത്തിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ പുള്ളി എത്രത്തോളം പവർഫുൾ ആണെന്ന് ഇത്രയും പവർഫുൾ ഹീറോസിനെ അടിച്ചിട്ടിട്ട് റൂസോ ബ്രദേഴ്സ് നമുക്ക് കാണിച്ചു തന്നു. സോ ഇൻഫിനിറ്റി വാറിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തവർ ഡൂംസ്ഡേയിൽ അപ്പോൾ എന്തായാലും ഇതിനപ്പുറമായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലീക്സ് അനുസരിച്ചിട്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ നമ്മൾ ഇതുവരെ കാണാത്ത അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു ഇൻട്രോ സീനോടെയാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് തന്നെ. ഈ ലീക്സ് ഒരുപാട് റൂമേഴ്സ് ആണെന്ന് മാത്രമല്ല, ഒരുപാട് ട്രസ്റ്റബിൾ ഇൻസൈഡേഴ്സ് തന്നെ ഇത് പുറത്തു വിട്ടിരിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഈ ഇൻസൈഡേഴ്സ് പറയുന്നതൊക്കെ നമ്മൾ എന്ത് ഇതിൽ വിശ്വസിക്കുന്നു? ഈ ഇൻസൈഡേഴ്സ് ഇതുവരെ പുറത്തു വിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ ആക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നിട്ടുമുണ്ട്. ഡൂമിൻ്റെ ഗോൾ എന്താണ്, പുള്ളി എത്രത്തോളം ബ്രൂട്ടലാണെന്ന് ഈ ഒരൊറ്റ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ പടത്തിൻ്റെ റൺ ടൈം തന്നെ 3 hours and 45 minutes എന്നൊക്കെയാണ്. എന്തായാലും വെട്ടിച്ചുരുക്കും, ചിലപ്പോൾ 2 പാർട്ടൊക്കെ ആക്കും, ചിലപ്പോൾ 2 hours 45 minutes ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഓപ്പണിംഗ് സീക്വൻസ് എന്തായിരിക്കും എന്നുള്ള എൻ്റെ കുറച്ച് തിയറീസ് പറയാം. മിക്കവാറും ഇത് ഇൻകേഴ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പണിംഗ് സീൻ ആവാനാണ് ചാൻസ്. അതായത് 2 യൂണിവേഴ്സ് ഇടിച്ച് ഇല്ലാതാവുന്ന ആ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഹീറോസൊക്കെ മരിക്കുന്ന പോലെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. അതല്ലെങ്കിൽ പരസ്പരം 2 പേരും 2 യൂണിവേഴ്സിലുള്ള ഹീറോസും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന പോലെയും കാണിക്കുക. അതായത് ഇൻകേർഷൻ ഇവൻ്റ് എത്രത്തോളം ബ്രൂട്ടലാണെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ട് ആ ഇൻകേർഷൻ ഇവൻ്റ് എങ്ങനെ ഡൂം പുള്ളിക്ക് ആവശ്യമുള്ള പോലെ പുള്ളിയുടെ രീതിക്ക് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പടം കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇൻകേർഷൻ എന്താണെന്നറിയാത്തവർക്ക് വേണ്ടി പറയാണ്, 2 യൂണിവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ആ 2 യൂണിവേഴ്സ് ഇല്ലാതാവുന്നതിനെയാണ് ഈ ഇൻകേർഷൻ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ കേട്ടിട്ടുണ്ടാവും. ഇനി ഈ ഇൻകേർഷൻ എങ്ങനെ വേണമെങ്കിലും ട്രിഗർ ആവാം. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ വേറെ ആരെങ്കിലും ഒരാൾ ഒരു യൂണിവേഴ്സിൽ നിന്ന് വേറൊരു യൂണിവേഴ്സിലേക്ക് ഡ്രീം വാക്കിംഗ് ചെയ്തിട്ട് പോവുകയാണെങ്കിലൊക്കെ ഈ ഇൻകേർഷൻ ഇവൻ്റ് സ്റ്റാർട്ട് ആവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിലുള്ള ഒരാൾ വേറൊരു യൂണിവേഴ്സിൽ പോയാൽ തന്നെ ഈ ഇൻകേർഷൻ ഇവൻ്റ് ട്രിഗർ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ 2 യൂണിവേഴ്സുകൾ തമ്മിൽ അടുക്കാൻ തുടങ്ങും. അതായത് ആ 2 യൂണിവേഴ്സുകളുടെ ഇടയിലുള്ള ആ വോൾ ബ്രേക്ക് ആയിട്ട് 2 അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കാൻ തുടങ്ങും. ഇനി ഈ ഇൻകേഴ്സിൽ മൊത്തം മൾട്ടിവേഴ്സിൽ യൂണിവേഴ്സിൻ്റെ സെൻറ്റർ ആയിട്ടുള്ളത് തന്നെ നമ്മുടെ എർത്താണ്. ഫസ്റ്റ് എർത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 യൂണിവേഴ്സിലുള്ള എർത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ആവുന്നത്. പിന്നെയാണ് ബാക്കിയുള്ള എല്ലാം കൊളൈഡ് ആവുന്നത്. ഇത് ആ പടത്തിൽ നമ്മുടെ ഈവിൾ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ യൂണിവേഴ്സ് കാണിക്കുമ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടാവും. അതായത് 2 യൂണിവേഴ്സ് പുള്ളിയുടെ കയ്യിലിരിപ്പ് കാരണം കൂട്ടിയിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ആ മെർജായി നശിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിലായിരിക്കും നമ്മുടെ നല്ല ഡോക്ടർ സ്ട്രേഞ്ചും ആ ചീത്ത ഡോക്ടർ സ്ട്രേഞ്ചും തമ്മിലുള്ള ഒരു പാട്ട് കച്ചേരിയൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതിന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു വഴിയും കൂടിയുണ്ട്. അതായത് ആ കൂട്ടിയിടിക്കുന്ന 2 യൂണിവേഴ്സുകളിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സ് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ മറ്റൊരു യൂണിവേഴ്സിനെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ മൊത്തം യൂണിവേഴ്സിനെ ഇപ്പോൾ ഒരു യൂണിവേഴ്സിലുള്ളവർ മറ്റേ യൂണിവേഴ്സിനെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ എങ്ങനെ ഒരു മൊത്തം യൂണിവേഴ്സിനെ തന്നെ അവർ നശിപ്പിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ജസ്റ്റ് ഓപ്പോസിറ്റുള്ള യൂണിവേഴ്സിലെ എർത്ത് മാത്രം നശിപ്പിച്ചാൽ മതി. അതാണ് സെൻറ്റർ വോള്. അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വോള് അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ കൂട്ടിയിടിയൊന്നും സംഭവിക്കത്തില്ല. സീക്രട്ട് വാർസ് നമ്മുടെ കോമിക് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു കോമിക്കിലും ഇങ്ങനെ തന്നെയാണുള്ളത്. അതായത് നമ്മുടെ എർത്ത് 616 നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എർത്ത് 838 ഹീറോസൊക്കെ നമ്മുടെ എർത്ത് 616 വന്നിട്ട് ഇവരെ നശിപ്പിക്കാൻ നോക്കും. നമ്മുടെ ഹീറോസും കുറച്ച് വില്ലന്മാരെയൊക്കെ ചേർത്തിട്ട് അങ്ങോട്ടും പോകും അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നമ്മുടെ അവഞ്ചേഴ്സ് ഹീറോസ് അല്ലേ, അപ്പോൾ അവർ വേറൊരു യൂണിവേഴ്സിനെ നശിപ്പിക്കുമെന്നൊക്കെ അല്ലേ? ശരിയാണ്, അവഞ്ചേഴ്സ് ഹീറോസാണ്. പക്ഷേ വേറൊരു യൂണിവേഴ്സിലെ ആൾക്കാർ വന്ന് നമ്മുടെ യൂണിവേഴ്സിനെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ നോക്കി നിൽക്കും തോന്നുന്നുണ്ടോ? കോമിക്സിൽ ആൻറ്റി മാറ്റർ ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോംബ് യൂസ് ചെയ്തിട്ട് മൊത്തം യൂണിവേഴ്സ് തന്നെ, അതായത് എർത്ത് മാത്രമല്ല ആ ഓപ്പോസിറ്റുള്ള യൂണിവേഴ്സ് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ ബ്ലാക്ക് പാന്തർ ടീമൊക്കെ പോയിട്ടുണ്ടാവും കോമിക്സിൽ. അപ്പോൾ ഇതിൽ ആര് കറക്റ്റ് ആര് തെറ്റെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അതിൽ നമ്മൾ സർവൈവ് ചെയ്യുക, അത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യം ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് തന്നെ വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 ലോകങ്ങൾ നശിക്കാൻ വേണ്ടി പോകുന്നത്, അതിലുള്ള 2 ലോകങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റൂമേഴ്സ് അനുസരിച്ചിട്ട് ഇപ്പോൾ ആ നശിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു യൂണിവേഴ്സായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ടോബി മെഗ്വയർ സ്പൈഡർമാൻ്റെ ആ യൂണിവേഴ്സാണ്. ടോബി മെഗ്വയർ സ്പൈഡർമാൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ കൺഫേംഡ് ആയിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കൺഫർമേഷൻ ഒന്നും ഇല്ല. എന്തായാലും പുള്ളി വരും, ഓൾമോസ്റ്റ് അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആ ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സ് ഇപ്പോൾ വേറൊരു യൂണിവേഴ്സുമായിട്ട് കൊളൈഡ് ആവാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള നമ്മുടെ ആ എക്സ്മാൻ്റെ ആ ട്രെയിലറിൽ കണ്ടിട്ടുള്ള എക്സ്മാൻ യൂണിവേഴ്സാണ്.
അതിൽ ആ ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സിനെ ഡിഫീറ്റ് ചെയ്തിട്ട് എക്സ്മെൻസ് അവരുടെ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മ്യൂട്ടൻസ് ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ആ ട്രെയിലറിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ മഗ്നീറ്റോ ഒരു ഡയലോഗും പറയുന്നുണ്ട്, മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും വരാൻ വേണ്ടി പോകുന്നുണ്ട്, പക്ഷെ മരണം വരുമ്പോൾ നമ്മൾ ഏത് നിലയിലാണുള്ളത് അതാണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് വേറൊരുത്തനെ കൊന്നാലേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ അത് ചെയ്യാം. അതാണ് പുള്ളിയുടെ മൈൻഡ്. അതായത് അപ്പുറത്തുള്ള ആ യൂണിവേഴ്സിനെ നശിപ്പിച്ചേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കൺവിൻസിങ് സീൻ, നമ്മുടെ പ്രൊഫസർ എക്സിനെ മഗ്നീറ്റോ കൺവിൻസ് ചെയ്യുന്ന പോലെ ഒരു സീനായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഈ റൂമേഴ്സൊക്കെ കേട്ടിട്ട് ആ ട്രെയിലറൊക്കെ വീണ്ടും കാണുമ്പോൾ ഒരു പക്ഷേ ആ യൂണിവേഴ്സ് നമ്മുടെ എക്സ്മെൻസ് നശിപ്പിച്ചോ എന്ന് തന്നെ ചിലപ്പോൾ തോന്നാം. ഇന്നസെൻ്റ് ആയിട്ടുള്ള ജനങ്ങളെയൊക്കെ കൊന്നിട്ട് പുള്ളിയുടെ സങ്കടത്തിൽ നമ്മുടെ സൈക്ലോപ്സ് ചിലപ്പോൾ ആ തീയൊക്കെ വിടുന്നതായിട്ടും ചിലപ്പോൾ തോന്നാം. ആക്ച്വലി അങ്ങനെ ഒരു ഘട്ടത്തിൽ ഹീറോസ് വില്ലൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പിരിച്ച് കാണാൻ വേണ്ടി പറ്റത്തില്ല. രണ്ടുപേരും അവിടെ ഹീറോസാണ്. അവരുടെ നല്ലതിന് അവരുടെ യൂണിവേഴ്സിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്നതേ ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ എക്സ്മാൻ ഉണ്ട്. അപ്പുറത്തെ യൂണിവേഴ്സ് നോക്കുകയാണെങ്കിൽ മിക്കവാറും അവിടെ നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ മാത്രമേ ഉള്ളൂ. കാരണം ആ സ്പൈഡർമാൻ നോവേ ഹോമിൽ തന്നെ പുള്ളി അവഞ്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതെന്താണ്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ വേറെ ഹീറോസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പുള്ളി ഒറ്റയ്ക്കായിരിക്കും പോരാടുന്നത്. പാവം ചക്കെ. എന്തൊക്കെയാണെങ്കിലും ടോബി മേക്കറുടെ സ്പൈഡർമാൻ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ നൊസ്റ്റാളജിക് ആൻഡ് അത്രയ്ക്ക് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പുള്ളിനെ കൊല്ലുവാണെങ്കിൽ അത് അത്രയ്ക്കും ജസ്റ്റിഫൈങ് ആയിട്ടുള്ള ഒരു കൊല തന്നെയാവണം. ഇപ്പോൾ നമ്മുടെ ലോക്കിനൊക്കെ കൊല്ലുമ്പോൾ പുള്ളിക്ക് അത്രയും ഒരു ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെത്ത് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ ഒരു ഡെത്ത് ആണെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ദൈവത്തിനറിയാം എന്താവുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ആ ഫൈറ്റിൽ നമ്മുടെ ടോബി മെഗ്വയറിനെ കൊല്ലാതെ പകുതി ജീവനോടെ ചിലപ്പോൾ പുള്ളിനെ ഇട്ടിട്ട് പോയിരിക്കും. പിന്നെ അത്രയും എക്സ്മാനിനെ അടിച്ചിട്ടാൻ പുള്ളി ആര്? സ്പൈഡർമാൻ ആണെങ്കിൽ ഒരു പരിധിയില്ലേ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ വൂൾവറിനും ഡെഡ്പൂൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ വൂൾവറിനും ടോബി മെഗ്വയർ സ്പൈഡർമാനും തമ്മിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡെഡ്പൂൾ കയറിയിട്ട് രണ്ട് ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നിങ്ങളിങ്ങനെ അടി ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു സീക്വൻസ് ഒക്കെ നടന്നെന്ന് വരാം. ഇനി അടുത്ത ചോദ്യം, ഓക്കെ, ഇനി ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സ് ഇവർ നശിച്ചെന്ന് തന്നെ വെച്ചോ, അപ്പോൾ എക്സ്മെൻ യൂണിവേഴ്സ് രക്ഷപ്പെട്ടില്ലേ, പിന്നെ ഇവരെന്തിന് വീണ്ടും ഫൈറ്റിന് പോകണമെന്ന്? ആക്ച്വലി ഒരു യൂണിവേഴ്സ് നശിച്ചാലും വീണ്ടും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അടുത്ത യൂണിവേഴ്സ് വീണ്ടും ആ വോൾ ബ്രേക്ക് ആയിട്ട് അതിൻ്റെ അടുത്തുള്ള യൂണിവേഴ്സിലൊക്കെ അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും ഇൻക്വേഷൻ നടക്കും. അതായത് ഇപ്പോൾ നമ്മൾ കാർഡ്സ് അടുക്കി വെച്ചിട്ട് ഒരു കാർഡ് തള്ളി വിട്ട് കഴിഞ്ഞാൽ ആ തള്ളി ആ കാർഡ് മൊത്തം അങ്ങ് വീഴത്തില്ലേ, അതേപോലെ ഒരു എഫക്റ്റാണ് ഈ ഇൻക്വേഷൻ ഇവൻറ്റിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു യൂണിവേഴ്സ് നശിച്ചു കഴിഞ്ഞാൽ പയ്യെ അടുത്തുള്ള യൂണിവേഴ്സും ഇടിച്ചിടിച്ച് എല്ലാം നശിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിലായിരിക്കും നമ്മുടെ എർത്ത് 616 ആ ഇൻക്വേഷൻ ബാധിക്കാൻ വേണ്ടി വരുമ്പോൾ ആ എക്സ്മെൻസും നമ്മുടെ യൂണിവേഴ്സിലെ അവഞ്ചേഴ്സുമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു ഫൈറ്റ് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ കാണിച്ചിട്ട് എങ്ങനെയാണെങ്കിലും രണ്ടുപേരും എന്തായാലും ഒന്നാവും, അത് അവസാനം ഉറപ്പാണ്. അങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഹീറോസിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ചിട്ട് ഈ ഇൻക്വേഷൻസ് ഇവൻറ്റ് വെച്ചിട്ട് തന്നെ നമ്മുടെ ഡൂം പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മളെ ഡൂം ഇറങ്ങി ഫൈറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ഹീറോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരുത്തിനെതിരെ മറ്റൊരുത്തനെ തിരിച്ചു വിട്ടാൽ തന്നെ മതി, വലിയൊരു ഫൈറ്റ് ആയിക്കോളൂ. ഡൂമിൻ്റെ ഫസ്റ്റ് പോസ്റ്ററിനെ വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹീറോസിനൊക്കെ വെച്ചിട്ട് ഡൂം ഒരു ചെസ്സ് കളിക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ള ലീക്സ്. നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം പോലെയല്ല, ഇതിൽ കൊട്ടക്കണക്കിന് സൂപ്പർ ഹീറോസ് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഈ പടത്തിൻ്റെ റൺ ടൈം തന്നെ ഒരുപാട് കൂടുതലാണ്. ചിലപ്പോൾ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡൂംസ്ഡേ തന്നെ ചിലപ്പോൾ 2 പാർട്ടായിട്ട് വരാം. സീക്രട്ട് വാർസ് അതിലും ചിലപ്പോൾ 2 പാർട്ടായിട്ട് വരാം. എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും ഒരു ജസ്റ്റിഫൈങ് ആയിട്ടുള്ള ഇപ്പോൾ ഇൻഫിനിറ്റി വാറിലാണല്ലോ എൻഡ് ഗെയിം ആണല്ലോ, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഓരോ ക്യാരക്ടേഴ്സിനും അത് അവർക്കനുസരിച്ചിട്ടുള്ള ഒരു സ്ക്രീൻ ടൈമും പ്രസൻസും കൊടുത്തിട്ടുണ്ടാവും. ഓരോ ഹീറോസും വരുമ്പോൾ അവരുടെ ഒരു ഇൻട്രോ നമുക്ക് ഫീൽ ആവും. അതേപോലെ ഒരു ഇൻട്രോ ഒക്കെ ഇതിൽ കൊടുത്താൽ നന്നായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഡൂംസ്ഡേയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ട്രെയിലർ വന്നാലേ നമുക്കെല്ലാം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി തന്നെ പറ്റുള്ളൂ. വരും വരാതിരിക്കില്ല, പേടിക്കണ്ട. അടുത്ത മാസം വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വരുമായിരിക്കും. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ ലോക്കിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലോ. മൊത്തം മൾട്ടിവേഴ്സ് തന്നെ ഇപ്പോൾ പുള്ളിയുടെ കയ്യിലാണുള്ളത്. പുള്ളി ഇതിലെന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഒരുപാട് ലീക്സൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയാം. ഈ മൊത്തം നമ്മുടെ ഡൂം തപ്പിപ്പോകുന്ന തന്നെ ശരിക്കും ലോക്കീനെ തേടിയുള്ള ഒരു ക്വസ്റ്റാണ് സത്യം പറഞ്ഞ ഡൂമിൻ്റെ ഈ ഡൂംസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള പടം തന്നെ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഓൾറെഡി സ്ക്രാപ്പ് ചെയ്തിട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നു, അവഞ്ചേഴ്സ് കാങ് ഡൈനസ്റ്റി എന്ന് പറഞ്ഞിട്ട്. ആ പടത്തിന് പകരമാണ് ഇപ്പോൾ ഡൂംസ്ഡേ വരാൻ വേണ്ടി പോകുന്നത്. ആ കാങ് ഡൈനസ്റ്റി എന്ന് പറഞ്ഞ പടത്തിൽ ആ മൊത്തം ആ വേൾഡ് ട്രീ ആ മൾട്ടിവേഴ്സൽ ട്രീയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ബ്രാഞ്ച് വെച്ചിട്ട് തന്നെ ലോക്കിനെ ഞെരിച്ചു വന്നിട്ട് ലോക്കിനെ അബ്സോർബ് ചെയ്യാണ് കാങ്. എന്നിട്ടാണ് പുള്ളി ബിയോണ്ടർ കാങ് ആയിട്ട് മാറുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ മൊത്തം മൾട്ടിവേഴ്സൽ ട്രീ തന്നെ നശിപ്പിക്കപ്പെടും. എന്നിട്ട് ഡൂം മൊത്തം കൺട്രോൾ എടുക്കും. അതായത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഈ പടത്തിന് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. വില്ലൻ ജയിക്കും. വില്ലൻ ജയിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ഹീറോസ് എങ്ങനെ വീണ്ടും അതൊക്കെ റീസ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ ശരിയാക്കി എടുക്കുന്നു, അതായിരിക്കും സീക്രട്ട് വാർസിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഡൂമിനെ ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് കാണിക്കുവാണ്. പുള്ളിയുടെ ബാക്ക് സ്റ്റോറി അത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഡൂമിന് അത്രയ്ക്കും പവർഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തന്നുള്ളൂ. എന്തായാലും റൂസോ ബ്രദേഴ്സ് ആണ്, അതുകൊണ്ട് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.